നമസ്കാരം. പിങ്കി ലേണിംഗ്സിന്റെ മലയാളം വൊക്കാബുലറി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിപരീതം സീരീസിന്റെ ഭാഗം 6 നമ്മൾ കടക്കുകയാണ്. മുന്നത്തെ ഭാഗങ്ങളെല്ലാം ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ആയം. ആയം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? വ്യയം. ആയം, വ്യയം. ആയം എന്ന വാക്കിന്റെ വിപരീതമാണ് വ്യയം. ഈ ആയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേഗം, മെയ്വഴക്കം എന്നിങ്ങനെയൊക്കെയാണ്. അപ്പോ അതിന് വിപരീതമായിട്ട് വരുന്ന വ്യയം എന്ന വാക്കിന്റെ അർത്ഥമാണ് തടസ്സം അല്ലെങ്കിൽ ക്ഷയം, തടസ്സം എന്നീ അർത്ഥങ്ങളാണ് വ്യയത്തിന് വരുന്നത്. അപ്പോ ആയം എന്ന വാക്കിന്റെ വിപരീതമാണ് വ്യയം. ഇനി ആയാസം. ആയാസം എന്ന വാക്കിന്റെ വിപരീതമാണ് അനായാസം. ആയാസം, അനായാസം. ആയാസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രയത്നം അഥവാ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയും. ഇനി അനായാസമാണെങ്കിലോ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ചെയ്യുന്ന കാര്യങ്ങള്. അപ്പോ ആയാസം, അനായാസം. ആയാസം, അനായാസം. ആരോഗ്യമാണെങ്കിലോ അനാരോഗ്യം. ആരോഗ്യം എന്ന വാക്കിന്റെ വിപരീതമാണ് അനാരോഗ്യം. ആരോഗ്യം, അനാരോഗ്യം. ആരോഗ്യം, അനാരോഗ്യം. ആരോഹണം. ആരോഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്തസ്വരങ്ങളുടെ ആലാപനത്തിൽ ക്രമികമായ കയറ്റം, അതായത് കയറുക. ആരോഹണം എന്ന് പറഞ്ഞാൽ കയറുക. അപ്പോ അതിന്റെ വിപരീതമാണ് അവരോഹണം. അതിന്റെ എതിർപ്പദമാണ് അവരോഹണം. ആരോഹണം, അവരോഹണം. ആരോഹണം, അവരോഹണം. ഇനി ആർജവം. ആർജവം എന്ന വാക്കിന്റെ വിപരീതമാണ് കൗടില്യം. ആർജവം, കൗടില്യം. ആർജവം, കൗടില്യം. ആർജവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാപട്യമില്ലായ്മ, വക്രതയില്ലായ്മ എന്നിങ്ങനെയൊക്കെയാണ് ആർജവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ കൗടില്യം എന്താണ്? കുടിലത എന്നീ അർത്ഥങ്ങളാണ് കൗടില്യത്തിന് വരുന്നത്. അപ്പോ ആർജവത്തിന്റെ വിപരീതമാണ് കൗടില്യം. ആർജവം, കൗടില്യം. അടുത്ത വാക്കാണ് ആർജിക്കുക. ആർജിക്കുക എന്ന വാക്കിന്റെ വിപരീതമാണ് വർജിക്കുക. ആർജിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നേടുക, സമ്പാദിക്കുക എന്നിങ്ങനെയുള്ള അർത്ഥമാണ് ആർജിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആർജിക്കുക എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? വർജിക്കുക. വർജിക്കുക. വർജിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപേക്ഷിക്കുക, കളയുക. അപ്പൊ ആർജിക്കുക എന്ന വാക്കിന്റെ വിപരീതമാണ് വർജിക്കുക. ആർജിക്കുക, വർജിക്കുക. ഇനി ആർദ്രമാണെങ്കിലോ ആർദ്രം എന്ന വാക്കിന്റെ വിപരീതമാണ് ശുഷ്കം. ആർദ്രം. ആർദ്രം എന്ന് പറഞ്ഞാൽ നനവുള്ളത്. ആർദ്രം എന്ന വാക്കിന്റെ വിപരീതമാണ് ശുഷ്കം. ശുഷ്കം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത്. അപ്പോ ആർദ്രം, ശുഷ്കം. ആർദ്രം, ശുഷ്കം. ഇനി ആലംബം. ആലംബം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആശ്രയം. അപ്പോ ആലംബം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? നിരാലംബം. ആലംബം, നിരാലംബം. ആലംബം, നിരാലംബം. ആലംബം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആശ്രയം. അതിന്റെ വിപരീതമാണ് നിരാലംബം. ആലംബം, നിരാലംബം. അടുത്ത ചോദ്യം, ആലംബനം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? അനാലംബനം. ആലംബനം, അനാലംബനം. ആലംബനം, അനാലംബനം. ആലംബനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശ്രയം തന്നെയാണ്. അപ്പോ ആലംബനം എന്ന വാക്കിന്റെ വിപരീതമാണ് അനാലംബനം. ആലംബനം, അനാലംബനം. അടുത്തത് ആവരണം. ആവരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കവചം, മറ എന്നീ അർത്ഥങ്ങളാണ്. അപ്പോ ആവരണത്തിന്റെ വിപരീതം എന്താണ്? അനാവരണം. ആവരണം, അനാവരണം. കവചമില്ലാത്തത് അല്ലെങ്കിൽ മറയില്ലാത്തത് എന്നിങ്ങനെയൊക്കെയാണ് അനാവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവരണം, അനാവരണം. ഇനി ആവശ്യമാണെങ്കിലോ അനാവശ്യം. ആവശ്യം, അനാവശ്യം. അപ്പോ ആവശ്യം എന്ന വാക്കിന്റെ വിപരീതമാണ് അനാവശ്യം. ആവശ്യം, അനാവശ്യം. ഇനി അടുത്ത വാക്കാണ് ആവിർഭാവം. ആവിർഭാവം. ആവിർഭാവം എന്ന വാക്കിന്റെ അർത്ഥമാണ് പ്രത്യക്ഷപ്പെടൽ എന്നിങ്ങനെ. ഉൽപ്പത്തി, പ്രത്യക്ഷപ്പെടൽ എന്നീ അർത്ഥങ്ങളാണ് ആവിർഭാവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവിർഭാവത്തിന്റെ വിപരീതമാണ് തിരോഭാവം. തിരോഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? മറയുക. ആവിർഭാവം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക, തിരോഭാവം എന്ന് പറഞ്ഞാൽ മറയുക. അപ്പോ ആവിർഭാവം, തിരോഭാവം. ആവിർഭാവം, തിരോഭാവം. അടുത്ത വാക്കാണ് ആശ. ആശ എന്ന വാക്കിന്റെ വിപരീതമാണ് നിരാശ. ആശ, നിരാശ. ആശ, നിരാശ. ഇനി ആശാസ്യം. ആശാസ്യം എന്ന വാക്കിന്റെ അർത്ഥമാണ് ആശംസിക്കത്തക്ക കാര്യം. അപ്പോ ആശാസ്യത്തിന്റെ വിപരീതമാണ് അനാശാസ്യം. ആശാസ്യം, അനാശാസ്യം. ആശാസ്യം, അനാശാസ്യം. ഇനി ആശ്രയമാണെങ്കിലോ നിരാശ്രയം. ആശ്രയം, നിരാശ്രയം. ആശ്രയം, നിരാശ്രയം. ആശ്രയം എന്ന വാക്കിന്റെ വിപരീതമാണ് നിരാശ്രയം. ആശ്രയം, നിരാശ്രയം.